മലപ്പുറം ജില്ലയിൽ മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്തെ കുന്നും മലകളും നിറഞ്ഞ പ്രകൃതി രമണീയമായ ഒരു ചെറിയ ഗ്രാമമാണ് ചുള്ളിക്കോട്. അവിടെ കുന്നംപള്ളി കുടുംബത്തിൽ പുളിക്കലക്കണ്ടി തറവാട്ടിൽ കർഷകനായ KP കോയാമുട്ടി സാഹിബിന്റെയും BA കുട്ടിയുടെയും പുത്രനായി ഒരു മഹാനായ സൂഫി ജനിച്ചു, ബീരാൻ. ബീരാൻ ജനിച്ചതിന് ശേഷം ആ കുടുംബം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നീങ്ങി. 4-ാം വയസ്സിൽ തന്നെ ബീരാനെ മദ്രസയിൽ ചേർത്തു. മുല്ലാക്ക ചൊല്ലിക്കൊടുക്കുന്ന ഓരോ ആയത്തും ഒരു തവണ കേട്ടാൽ തന്നെ ബീരാൻ മനസ്സിലാക്കി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബീരാൻ മദ്രസയിൽ പോകാൻ മടി കാണിച്ചു. ബാപ്പ നിർബന്ധിച്ചു, ശിക്ഷിച്ചു, കഠിനമായി അടിച്ചു. സങ്കടപ്പെട്ട ബീരാൻ തൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഞാനിനി ഓതാൻ പോകുന്നില്ല. ബാപ്പ എന്നെ അടിച്ചാൽ ഞാൻ നാട് വിട്ടുപോകും. വൈകുന്നേരം ബാപ്പ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഈ കാര്യം പറഞ്ഞു. കുറച്ചുനേരം ചിന്തിച്ച ശേഷം ബാപ്പ പറഞ്ഞു, ഓതാൻ പോകുന്നില്ലെങ്കിൽ കന്നിനെ മേയിച്ചു നടക്കട്ടെ. വാതിലിന് പിന്നിൽ നിന്നിരുന്ന ബീരാൻ പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ കന്നുകളെ മേയിച്ചോളാം. കാലം കടന്നു. നെൽകൃഷി ആരംഭിച്ചു. നെൽക്കതിരായി മാറി. കാവലിന് ചാത്തനും കുഞ്ചീലിയും ഉണ്ടായിരുന്നു. അവർ പലപ്പോഴും മദ്യപിച്ച് ലക്കില്ലാതെ കാവലിന് പതിവായി വരാറില്ലെന്നറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒരു ദിവസം ബാപ്പ ബീരാനോട് പറഞ്ഞു, മോനെ, നീ ഏറുമാടത്തിൽ പോയി അവരുടെ കൂടെ നെല്ലിന് കാവൽ നിൽക്കണം. ചോറും റാന്തൽ വിളക്കുമായി ബീരാൻ ഏറുമാടത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ അവന് പ്രായം വെറും 13 വയസ്സ് മാത്രം. ഒരു രാത്രി ചാത്തനും കുഞ്ചീരിയും കാവലിന് വന്നില്ല. ഇരുട്ട്, കാറ്റ്, നിശബ്ദത. ഭയന്ന് വിറച്ച ബീരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അപ്പോൾ 2 നിഴൽ രൂപങ്ങൾ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ജിന്നുകൾ. മോനെ ബീരാൻ, പേടിക്കണ്ട, ഞങ്ങൾ അള്ളാഹുവിൻ്റെ അനുമതിയോടെ നിന്റെ കൂടെയുണ്ട്. ആ രാത്രി മുഴുവൻ അവർ അവനോട് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു. അള്ളാഹുവിനെ ഓർക്കാൻ പഠിപ്പിച്ചു. ദിക്കും സബ്റും പഠിപ്പിച്ചു. അന്നു മുതൽ ജിന്നുകൾ അവൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി. നെൽകൊയ്യാൻ സമയം വന്നപ്പോൾ അവർ ബീരാനെ അനുഗ്രഹിച്ചു. നീ വെറും ബീരാനല്ല, ബീരാൻ ഔലിയയാണ്. നീ വിളിച്ചാൽ ഞങ്ങൾ വരും. നിന്റെ ദുആ കൊണ്ട് രോഗങ്ങൾ മാറും. അവർ അപ്രത്യക്ഷമായി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ബീരാന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൗനമായിരിക്കാൻ തുടങ്ങി. നാട്ടുകാരവനെ ഭ്രാന്തനെന്ന് വിളിച്ചു. ഉമ്മ കുഞ്ഞിക്കോയ തങ്ങളെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഭയക്കണ്ട, ഇവൻ ഔലിയയാണ്. 15-ാം വയസ്സിൽ ബീരാൻ കാൽനടയായി അജ്മീറിലേക്ക് യാത്ര തിരിച്ചു. വർഷങ്ങൾക്ക് ശേഷം 27-ാം വയസ്സിൽ നാട്ടിലേക്ക് മടങ്ങി. അനങ്ങനല്ലടി മലയിൽ ഏകാന്തവാസം ആരംഭിച്ചു. പനമണ്ണയിൽ ഇടയ്ക്കിടെ വരവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നാട്ടിലാകെ സംസാരമായി. ആളുകൾ അദ്ദേഹത്തെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് വീണ്ടും അജ്മീരിൽ. നീണ്ട വർഷങ്ങൾ. അവിടെ ഖാജ തങ്ങൾ അവനെ അജ്മീർ ഫക്കീർ നൽകി ആദരിച്ചു. 1965-ൽ അമ്പംകുന്നിൽ താമസം. പാവപ്പെട്ടവർക്ക് അന്നദാനം പതിവായിരുന്നു. ജാതിമതഭേദമില്ലാതെ സേവനം. അദ്ദേഹത്തെ തേടി നാനാ ജാതി മതത്തിൽപ്പെട്ട ആളുകൾ വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഗുരുതര രോഗം ബാധിച്ച ഒരു സ്ത്രീ അദ്ദേഹത്തെ സമീപിച്ചു. അവളുടെ ദേഹം ആകെ പഴുപ്പ് വന്ന വ്രണങ്ങളായിരുന്നു. അവൾക്ക് പാപ്പ വെള്ളം മന്ത്രിച്ചു നൽകി. മാറിക്കോളും എന്ന് പറഞ്ഞു വിട്ടു. 3-ാം ദിവസമായപ്പോഴേക്കും അവളുടെ ദേഹത്തെ മുറിവുകളെല്ലാം മാറിയിരുന്നു. അവൾക്ക് അത്ഭുതവും സന്തോഷവും അടക്കാൻ കഴിഞ്ഞില്ല. അവൾ വീണ്ടും പാപ്പയെ കാണാനെത്തി. അവൾ ഇസ്ലാം മതത്തിൽ ആകൃഷ്ടമാവുകയും ഫാത്തിമ ബീവി എന്ന പേരും സ്വീകരിച്ചു. നീ ഇനി അലക്കുജോലിക്കൊന്നും പോകേണ്ട, നിനക്കുള്ളത് നിന്റെ മുൻപിൽ വരും. അവരുടെ ചെവിയിൽ എന്തോ ഓതിക്കൊടുത്തു. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് രോഗശാന്തി നൽകുവാനുള്ള അനുഗ്രഹവും നൽകി. പിന്നീട് ഫാത്തിമയുടെ സിദ്ധിയും നാട്ടിലുടനീളം വാർത്തയായി. ധാരാളം ആളുകൾ അവളെയും തേടിയെത്താൻ തുടങ്ങി. അവർക്ക് ലഭിച്ച ധനം ദീനീ മാർഗത്തിൽ ഉപയോഗിക്കണമെന്ന നിർബന്ധ ബുദ്ധി അവൾക്കുണ്ടായിരുന്നു. ചെർപ്പുളശ്ശേരി, നെല്ലായ പ്രദേശങ്ങളിൽ ബീവി ധാരാളം ഭൂമി വാങ്ങി. ആ ഭൂമിയെല്ലാം വഖഫ് ചെയ്തുകൊണ്ട് അവിടെ പൊട്ടച്ചിറ അൻവരിയ കോളേജ് സ്ഥാപിച്ചു. പാവപ്പെട്ടവർക്കുള്ള അന്നദാനവും ബീവി മുടക്കം കൂടാതെ തുടർന്നു. 1978-ലാണ് അമ്പംകുന്ന് ബീരാൻ ഔലിയ പാപ്പ ഈ ലോകത്തോട് വിട പറയുന്നത്.
അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന കാപ്പുങ്ങൽ മുഹമ്മദ് മുസ്ലിയാരുടെ അമ്പംകുന്നിലെ വീട്ടിലാണ് പുണ്യമായ ആ മഖാം സ്ഥിതി ചെയ്യുന്നത്.